പാസ്പോർട്ട് വെറും യാത്രാരേഖ പൗരത്വത്തിന്റെ അന്തിമ തെളിവായി കണക്കാക്കാനാവില്ല. വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയരുന്നു. ചർച്ചകൾക്കിടയാക്കി നിയമവാദം. ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള ഒരാൾ ഇന്ത്യൻ പൗരനാണെന്ന് അത് തെളിയിക്കുന്നുണ്ടോ? അതോ പാസ്പോർട്ട് വെറും യാത്രാരേഖ മാത്രമാണോ? വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണത്തിനു പിന്നാലെ ഈ ചോദ്യം വീണ്ടും പൊതു ചർച്ചയാവുകയാണ്. വാർത്താ സമ്മേളനത്തിൽ മന്ത്രാലയം വ്യക്തമാക്കിയത് പാസ്പോർട്ട് പ്രധാനമായും ഒരു യാത്രാരേഖയാണെന്നും അത് മാത്രം ഇന്ത്യൻ പൗരത്വത്തിന്റെ അന്തിമ തെളിവായി കണക്കാക്കാനാവില്ലെന്നുമാണ്. ഈ നിലപാടാണ് ഇപ്പോൾ നിയമപരവും ഭരണഘടനാപരവുമായി വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ വാദത്തെ ചോദ്യം ചെയ്യുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് 1967 പാസ്പോർട്ട് നിയമത്തിലെ വ്യവസ്ഥകളാണ്. നിയമത്തിന്റെ ആമുഖത്തിൽ പാസ്പോർട്ടുകളും യാത്രാരേഖകളും നൽകുന്നതിനും ഇന്ത്യൻ പൗരന്മാരുടെയും മറ്റു വ്യക്തികളുടെയും ഇന്ത്യയിൽ നിന്നുള്ള പുറപ്പെടൽ നിയന്ത്രിക്കുന്നതിനുമുള്ള നിയമം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ നിയമത്തിൽ പാസ്പോർട്ട് എന്നും യാത്രാരേഖ എന്നും പ്രത്യേകം നിർവചിച്ചിട്ടുണ്ട്. അതിനാൽ പാസ്പോർട്ടും യാത്രാരേഖയും രണ്ട് വ്യത്യസ്ത രേഖകളാണെന്നും ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള വ്യക്തി ഇന്ത്യൻ പൗരനാണെന്നതിന്റെ ശക്തമായ സൂചനയാണിതെന്നും നിയമവിദഗ്ധരുടെ ഒരു വിഭാഗം വാദിക്കുന്നു. ഈ വിഷയത്തിന് അന്താരാഷ്ട്ര തലത്തിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നാണ് ഉയരുന്ന മറ്റൊരു ആശങ്ക. വിദേശ രാജ്യങ്ങൾ വിസ അനുവദിക്കുമ്പോൾ അപേക്ഷകന്റെ പൗരത്വം പരിശോധിക്കുന്ന പ്രധാന രേഖയാണ് പാസ്പോർട്ട്. പാസ്പോർട്ട് പൗരത്വത്തിന്റെ തെളിവല്ലെന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വിദേശത്ത് വിസ നടപടികളിലും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാമെന്നാണ് വിമർശനം. ഭരണഘടനാപരമായ പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യം, രാജ്യത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനും താമസിക്കാനുമുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അതേസമയം ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 21, സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 14 എന്നിവ പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും ഒരുപോലെ ബാധകമാണ്. ഇതിനിടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഉയരുന്നുണ്ട്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 326 പ്രകാരമുള്ള സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വിനിയോഗിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന സംശയമാണ് ഉയരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നത്. കോടതിയിൽ ഒരാൾ തന്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആദ്യം ഇന്ത്യൻ പൗരത്വം തെളിയിക്കേണ്ടി വരും. അപ്പോൾ കൈവശമുള്ള ഇന്ത്യൻ പാസ്പോർട്ട് പോലും പൗരത്വത്തിന്റെ തെളിവായി അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് നിയമപരമായ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നതാണ് ഉയരുന്ന പ്രധാന വാദം. പാസ്പോർട്ടിന്റെ നിയമപരമായ സ്ഥാനം, പൗരത്വം തെളിയിക്കുന്നതിലുള്ള അതിന്റെ പ്രാധാന്യം, ഭരണഘടനാ അവകാശങ്ങളുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ഈ വിവാദം ഇപ്പോൾ നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും വ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. വിഷയം സംബന്ധിച്ച് അന്തിമ നിയമവ്യാഖ്യാനം കോടതികളുടെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് വ്യക്തത വരുന്നതുവരെ ഈ ചർച്ച തുടരുമെന്നാണ് വിലയിരുത്തൽ.